എൽദോസ് ചാനലിലെ പുതിയ വീട്ടിലേക്കും സ്വാഗതം. എൻ്റെ പേര് എൽദോസ്. അപ്പോൾ നമ്മളെല്ലാവരും ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വയർഡ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്, ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നവരുണ്ട്, പല രീതിയിലുള്ള ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വയർഡ് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഏതാണ്. അപ്പോൾ നമ്മൾ വയർഡ് സെറ്റിൻ്റെ ഒക്കെ റിവ്യൂസ് ഓൾറെഡി ചാനലിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 1 ഇയർ മുമ്പായിട്ട് റിയൽമി ബഡ്സിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ടൈമിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെഡ്സെറ്റ് ആയിരുന്നു റിയൽമി ബഡ്സ് എന്ന് പറയുന്നത്. 2000 രൂപയ്ക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഈ ഹെഡ്സെറ്റ് അവൈലബിൾ ആണ്. 2000 രൂപ പ്രൈസ് റേഞ്ച് തന്നെ അവൈലബിൾ ആണ്. ഒരു നല്ല ഹെഡ്സെറ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ക്വാളിറ്റിയിൽ OnePlus ഹെഡ്സെറ്റുകൾ ഇറക്കുന്നുണ്ട്. 2000 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlusൻ്റെ 2 ടൈപ്പ് എഡീഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പുതിയ എഡീഷനാണിത്. ഈ ഒരു സാധനമാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. OnePlusൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡീഷനാണ്. ഒരു ബാസ് എഡീഷനാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ റിയൽമി ഹെഡ്സെറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റർ ആണോ അല്ലെങ്കിൽ റിയൽമി ഹെഡ്സെറ്റിനേക്കാളും ബെറ്റർ ആണോ എന്നൊക്കെയാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് നമുക്ക് നമ്മുടെ OnePlusൻ്റെ ഏറ്റവും പുതിയ ഹെഡ്സെറ്റ് കിട്ടുന്നത്. ഒരു ബാസ് എഡീഷനാണ്. OnePlus ബുള്ളറ്റ് വയർലെസ് ഇസഡിൻ്റെ ഒരു ബാസ് എഡീഷനാണ് വരുന്നത്. ഏറ്റവും പുതിയ എഡീഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ബോക്സ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് മെയിനായിട്ട് എൻ്റെ ഒരു ബാസ് ബൂസ്റ്റ് ടെക്നോളജി ഉണ്ട് ഇതിനകത്ത്. അതുപോലെ ഇത് 17 hours ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സാധനത്തിനകത്ത്. കൂടാതെ നമുക്കിതിനകത്ത് 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 മണിക്കൂർ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സംവിധാനമുണ്ട്. അത് നമുക്ക് OnePlusൻ്റെ ഡാഷ് ചാർജറിൽ മാത്രമേ കിട്ടുന്നുള്ളൂ, നോർമൽ ചാർജറിൽ കിട്ടത്തില്ല. പിന്നെ ഇതിനകത്ത് നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള മൈക്കാണ് കിട്ടുന്നത്. നമുക്ക് ഓഡിയോ ക്വാളിറ്റി ഒക്കെ നല്ല ഒരു രീതിയിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ റിയൽമിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് OnePlusൽ കിട്ടുന്നുണ്ട്. അതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ MRP റേറ്റ് വരുന്നത് 2100 വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് പ്രത്യേകിച്ച് ബോക്സിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മളിത് ഹെഡ്സെറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ OnePlusൻ്റെ ഹെഡ്സെറ്റ്. അപ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ബോക്സിൽ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ അവർ പിന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 10 മിനിറ്റ് ചാർജ് കൊണ്ട് നമുക്ക് 10 hours യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ആക്സറീസ് വരുന്നുണ്ടെന്ന് നോക്കാം. കേബിളും മറ്റ് ആക്സറീസുകളൊക്കെ ആയിരിക്കും, പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇയർ ടിപ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് പല സൈസിലുള്ള ഇയർ ടിപ്സ് കിട്ടുന്നുണ്ട്. സ്മോളും ബിഗും ആയിട്ടുള്ള സൈസിലുള്ള വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവരുടെ ആ ഒരു റെഡ് കളറിൻ്റെ ഒക്കെ ഒരു ഇതാണ്. പിന്നെ വാറണ്ടി മെൻഷൻ ഇത് ചെയ്യാനുള്ള ഒരു കോഡൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ടൈപ്പ് സി കേബിളാണ് വരുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഇത് ടൈപ്പ് സി ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ എല്ലാ ചാർജറും ടൈപ്പ് സി ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു ഹെഡ്സെറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ വോളിയം ഡൗണും അപ്പ് ബട്ടനാണ് വരുന്നത്. അത് സെൻറ്ററിലായിട്ടൊരു ബട്ടൺ ഉണ്ട്. നമുക്ക് ഇത് മൾട്ടി ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് പവർ ഓൺ ഓഫ് ബട്ടൺ അല്ല. നമ്മളിത് ഇങ്ങനെ പവർ ഓൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇത് മാഗ്നറ്റിൽ നിന്ന് വിടിയിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓൺ ആവും. ഇപ്പോൾ ഇതേ ഉണ്ട്, അവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ഇത് ഓണായിട്ട് നമ്മുടെ ഫോണിനായിട്ട് നമ്മൾ പെയർ ചെയ്തിരിക്കുന്ന ഫോണായിട്ട് ഓട്ടോമാറ്റിക്കലി 3 seconds കണക്ട് ആവും. അപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന സാഹചര്യമാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പോക്കറ്റിൽ നിന്ന് ഫോൺ അടിക്കുന്ന ടൈമിൽ നമ്മൾ ഇതെടുത്ത് ജസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൾ ആൻസർ ആവും. നമുക്ക് ഓട്ടോമാറ്റിക്കലി കോൾ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൻ്റെ ടൈപ്പ് സി പോർട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ലേബലുണ്ട്. ഇത് നമ്മൾ ഒരിക്കലും കളയരുത്. ഇത് പൊളിച്ചിട്ട് നമുക്ക് ബോക്സിനകത്ത് സൂക്ഷിക്കണം. കാര്യം ഇത് വാറണ്ടിക്ക് വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷനായിട്ട് വരുന്നത്. ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇതിലാണ് വരുന്നത് പാക്കിങ്ങും. അപ്പോൾ നമുക്ക് ഈ ഒരേ പ്രൈസ് റേഞ്ചിലുള്ള ഈ 2 ഹെഡ്സെറ്റ്, അതായത് OnePlusൻ്റെയും റിയൽമി ഹെഡ്സെറ്റിൻ്റെ ഏകദേശം ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഒന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ഏകദേശം നമ്മുടെ ഈ ഒരു പോർഷനൊക്കെ ബിൽഡ് ക്വാളിറ്റി ഏകദേശം സെയിം ആണ്. കുറച്ചുകൂടെ ഗ്ലേസി ഫിനിഷാണ് OnePlusന് വരുന്നത്. റിയൽമി ഒരു മാറ്റ് ടൈപ്പ് ഫിനിഷാണ് വരുന്നത്. പിന്നെ റിയൽമിക്ക് നമുക്കൊരു എക്സ്ട്രാ ഒരു ഇയറിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, നമുക്ക് അതായത് പെട്ടെന്ന് ചെവിയിൽ നിന്ന് പോകാതിരിക്കാനുള്ള ഒരു ഇതുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. OnePlus അങ്ങനെ ചെവിയിൽ നിന്ന് പോകുന്നൊന്നുമില്ല. അത് ആ ഒരു ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. നമ്മളങ്ങനെ തല അനക്കുമ്പോഴോ പിടിക്കുമ്പോഴോ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്നാൽ ഇതിനകത്തൊരു എന്താ പറയുക, ഒരു കുറച്ചുകൂടെ പ്രൊട്ടക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ബാക്കിയെല്ലാം ഏകദേശം സെയിം ആണ്, വ്യത്യാസങ്ങളൊന്നുമില്ല രണ്ടിൻ്റെയും. പിന്നെ നമുക്ക് മെയിനായിട്ടൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും വയറുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാര്യം റിയൽമിയിൽ കുറച്ചുകൂടെ കട്ടി കൂടി വയറുകളാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ OnePlus കുറച്ചുകൂടി തിന്നായിട്ടാണ്, ലൈറ്റ് ആക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. OnePlusൻ്റെ ഹെഡ്സെറ്റിന് പൊതുവേ ഇത് ലൈറ്റാണ് നമ്മുടെ റിയൽമിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ആൻഡ് തിൻ വയറാണ് OnePlusൽ വരുന്നത്. റിയൽമിയിൽ കുറച്ചുകൂടെ കട്ടി കൂടി വയറാണ്. പക്ഷേ റിയൽമിയിൽ ഒരു കംപ്ലയിൻറ്റ് വന്നതാണ്. നമ്മളിപ്പോൾ ഇതിലൊരു ചെറിയൊരു എന്താ പറയുക, ഇങ്ങനെ ഇത് ഒരു 1 year അടുത്ത് യൂസ് ചെയ്തപ്പോൾ വരുന്ന ഒരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ നമുക്ക് റിയൽമിയിൽ പിന്നെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗമെല്ലാം മെറ്റൽ പോർഷനാണ് വരുന്നത്. നമുക്ക് നമ്മുടെ OnePlusൽ വരുമ്പോൾ അത് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. അപ്പോൾ റിയൽമിയിൽ മെറ്റൽ ആയതുകൊണ്ട് തന്നെ നിലത്ത് വീണാലൊന്നും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പെട്ടെന്നൊന്നും സ്ക്രാച്ചസ് പെട്ടെന്നൊന്നും പോകത്തില്ല.
പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഇത് ബി പോർട്ടാണ് വരുന്നത്, ടൈപ്പ് സി ആണ്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് വൺ പ്ലസ് തന്നെ ഉണ്ട്. കുറച്ചുകൂടെ എന്താ പറയുക, ഈ ഭാഗത്തിനൊക്കെ കുറച്ചുകൂടെ കട്ടിയുണ്ട്. ഇതിന് കുറച്ചുകൂടെ സെയിം ആണ്, എന്നാലും കുറച്ചുകൂടെ കട്ടി കൂടുതൽ റിയൽമിയിലേക്കാണ്. അപ്പോൾ റിയൽമി നമുക്ക് മാക്സിമം ഇങ്ങനെ ഒരു പൊസിഷനിൽ വയ്ക്കാം. പക്ഷേ നമുക്ക് ഇത് നമുക്ക് കാണാൻ നമുക്ക് ഈസി ആയിട്ട് പോക്കറ്റിലിടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഉണ്ടോ. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ ഇതിനെ മടക്കി എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്കിത് അത്ര ഈസി ആയിട്ട് മടക്കാനായിട്ട് പറ്റുന്നതല്ല. നമുക്കിത് കഴുത്തിൽ തന്നെ ഇടാനായിട്ട് പോക്കറ്റിലേക്ക് ഇടണമെങ്കിൽ കുറച്ച് പാടാണ്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെയല്ല, ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പോക്കറ്റിലേക്ക് ഇടാം. പക്ഷേ അങ്ങനെ പോക്കറ്റിൽ ഇടുന്നത് അത്ര നല്ലതല്ല, ഹെഡ്സെറ്റിന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് ഒത്തിരി മടക്കി യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പം എന്താ പറയുക, ഇതൊരു പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും നല്ല ബെറ്ററാണ്, ഫിനിഷിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കുറച്ച് ബിൽഡ് ക്വാളിറ്റി നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് റിയൽമിയിലാണ്. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും അഡ്വാൻറ്റേജ് വരുന്നത് ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും സി പോർട്ട് ആണെങ്കിലും കുറച്ചുകൂടെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങൾ മുതൽ എല്ലാ അഡ്വാൻറ്റേജ് വരുന്നത് വൺ പ്ലസ് തന്നെയാണ്. അപ്പോൾ ഏകദേശം രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിഷനാണ് നമ്മൾ നടത്തിയത്. പിന്നെ നമുക്ക് റിയൽമിയിൽ നേരിട്ടൊരു പ്രശ്നം ഞാൻ കാണിച്ചു തരാം. റിയൽമി നമ്മളൊരു 1 ഇയർ അടുത്ത് യൂസ് ചെയ്തപ്പോഴും ഇതിൻ്റെ ഒരു ഇയർ പീസ് വർക്ക് ചെയ്യാണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇതിങ്ങനെ വിട്ടുപോരുന്ന രീതിയിൽ നമ്മൾ കുറേ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നായിരുന്നു, അത്ര നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡെയിലി യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് ഇതിനിങ്ങനെ ഒരു ഡാമേജ് വന്നു. അപ്പോൾ ഇതിൻ്റെ 1 ഇയർ പീസാണ് കേൾക്കത്തുള്ളൂ. ആ ഡാമേജ് ഉണ്ടെങ്കിൽ പോലും സാധനം വർക്ക് ചെയ്യും. 1 ഇയർ പീസാണ് കേൾക്കത്തുള്ളൂ. അപ്പോൾ 1 ഇയർ അടുത്ത് നമ്മൾ ഡെയിലി യൂസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം 1 ഇയറൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ വൺ പ്ലസ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എത്ര ഉണ്ടാവുമെന്ന് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം രണ്ടും നല്ല ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഹെഡ്സെറ്റ് തന്നെയാണ്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇപ്പോൾ നമുക്ക് വൺ പ്ലസിൻ്റെ ഹെഡ്സെറ്റ് നോക്കാം. കാര്യം കുറച്ചുകൂടെ നല്ല സൗണ്ട് ക്വാളിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വയർലെസ് ഹെഡ്സെറ്റ് എടുക്കാനായിട്ട് കുറേ ആളുകൾ നടക്കുന്നുണ്ട്. മെയിൻലി ചോദിക്കുന്നുണ്ട് എംഐയുടെ ഹെഡ്സെറ്റ് ആണോ, റിയൽമിയുടെ ഹെഡ്സെറ്റ് ആണോ, വൺ പ്ലസിൻ്റെ ഹെഡ്സെറ്റ് ആണോ ബെറ്റർ എന്ന്. നമ്മൾ എംഐയുടെ ഹെഡ്സെറ്റ് ഇതിനകത്ത് റിവ്യൂ ചെയ്തിട്ടില്ല. കാര്യം എംഐയുടെ ഹെഡ്സെറ്റ് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം അതിന് മാഗ്നറ്റിൽ ഉള്ള പവർ ഓപ്ഷൻസ് ഒന്നുമില്ല. അത് ഡയറക്റ്റ് സ്വിച്ചാണ് പവറിങ്ങിന് വരുന്നത്. മാഗ്നറ്റ് ഇടുമ്പോൾ ഓഫ് ആവാത്തോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എംഐയുടെ നെക്ക് ബാൻഡിന് കുറച്ച് സൗണ്ട് ക്വാളിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എംഐ നെക്ക് ബാൻഡ് ഇതുവരെ ഇതിനകത്ത് റിവ്യൂ ചെയ്യാത്തത്. കൂടുതലും ബെറ്റർ ആയിട്ട് വരുന്നത് റിയൽമി ബഡ്സും അല്ലെങ്കിൽ വൺ പ്ലസും ആണ് ബെറ്റർ. ഇപ്പോൾ വൺ പ്ലസ് ബാസ് എഡിഷൻ ഇറങ്ങിയിട്ട് അതേ ആയിട്ടില്ല. അപ്പോൾ ഈ ഹെഡ്സെറ്റ് നോക്കുമായിരിക്കും നിങ്ങൾക്ക് 2000 പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെറ്റർ. പിന്നെ വൺ പ്ലസിൻ്റെ ഫോണുള്ളവർ തീർച്ചയായിട്ടും വൺ പ്ലസിൻ്റെ ഹെഡ്സെറ്റ് തന്നെ മേടിക്കുക. അതിനകത്ത് കുറച്ചുകൂടി ലേറ്റൻസി നമുക്ക് കൂടുതൽ കിട്ടും. പബ്ജി ഒക്കെ കളിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ലേറ്റൻസി കിട്ടും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ലാഗൊന്നും വരാത്ത രീതിയിൽ കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇതിനകത്ത് കണ്ടത്. നമ്മളിപ്പോൾ ഒരു 2-3 ദിവസം യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 1 ഇയർ ആയിട്ട് റിയൽമി ബഡ്സ് യൂസ് ചെയ്യുന്ന ആളായിരുന്നു. ഇതാണ് നമ്മുടെ റിയൽമിയുടെ ഹെഡ്സെറ്റ്. നമ്മളിതൊരു 1 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഒരു നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്താ വെച്ചാൽ നല്ലൊരു ബേസ് കിട്ടുന്നുണ്ട് നമുക്ക് ഇതിന് നമ്മുടെ ഈ ഒരു വൺ പ്ലസ് കമ്പയർ ചെയ്യുമ്പോൾ റിയൽമിനേക്കാളും. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി, കുറച്ചുകൂടെ ബാറ്ററി ചാർജ്, പിന്നെ USB ടൈപ്പ് സി, അങ്ങനെ കുറച്ച് ഒരു അഡ്വാൻറ്റേജ് എല്ലാം നമുക്ക് ഈ വൺ പ്ലസിൽ വരുന്നുണ്ട്. 200 രൂപ 300 രൂപ വ്യത്യാസമാണ് രണ്ട് ഹെഡ്സെറ്റുകളും തമ്മിലുള്ളൂ. പിന്നെ വൺ പ്ലസിൻ്റെ ഡിവൈസുകൾക്ക് നമുക്ക് ലോ ലേറ്റൻസി കിട്ടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ലേറ്റൻസി കുറവായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഓഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഇനി നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ വൺ പ്ലസിൻ്റെ ഹെഡ്സെറ്റ് തന്നെയാണ്. ഈ ഒരു സാധനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ താഴെ ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണ്ടവർക്ക് വേണ്ടി വാങ്ങിക്കാവുന്നതാണ്. അത് ഓഫ്ലൈൻ ഷോപ്പുകളിലും ഈ ഹെഡ്സെറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 2000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു ഹെഡ്സെറ്റ് തന്നെയാണ് വൺ പ്ലസിൻ്റെ ഇത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുള്ള വീഡിയോകളും ടെക്നോളജി അറിവുകളുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.